നമസ്കാരം. ശ്രീകലാ ധനേഷ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണാർപ്പണം. കിംപുരുഷ വർഷത്തിൽ പരമഭാഗവതനായ ഹനുമാൻ സീതാഭിരാമനായ ശ്രീരാമചന്ദ്രമൂർത്തിയെ അവിരത ഭക്തിയോടുകൂടി സേവിച്ച് ഇപ്രകാരം സ്തുതിക്കുന്നു. ഹേ ഉത്തമ ശ്ലോക, മഹാപുരുഷ, നിന്തിരുവടിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അവിടുത്തെ അവതാരം രാവണവധത്തിന് മാത്രമായിരുന്നില്ല. മനുഷ്യനായി ജനിച്ചാൽ ഇഷ്ടജനവിരഹം, ശത്രുബാധ, പരാശ്രയം, അപവാദം ഇത്യാദികൾ അനുഭവിക്കേണ്ടി വരും. ആവക സന്ദർഭങ്ങളിൽ മനുഷ്യന്റെ കർത്തവ്യമെന്തെന്നും രാജാവ്, പുത്രൻ, സഹോദരൻ, ഭർത്താവ് എന്നിവരുടെ ധർമ്മമെന്തെന്നും ലോകത്തെ അനുഷ്ഠിച്ചു കാണിക്കാനായിരുന്നു അവിടുന്ന് അവതരിച്ചത്. അല്ലെങ്കിൽ സർവേശ്വരന് സ്വപത്നിയെക്കുറിച്ച് വ്യസനിക്കുവാൻ ഹേതുവെന്ത്? നിന്തിരുവടിയുടെ കാരുണ്യം ലഭിക്കാൻ കുലമോ സൗന്ദര്യമോ ബുദ്ധിയോ വാക്സാമർത്ഥ്യമോ മനുഷ്യജന്മം തന്നെയോ ആവശ്യമില്ല. നിഷ്കപടമായ ഭക്തി മാത്രം മതി. കേവലം വാനരങ്ങളായ ഞങ്ങളുടെ സഖ്യം അംഗീകരിച്ചത് ഇതിനുള്ള ദൃഷ്ടാന്തമാണല്ലോ. ഉത്തരകോസലവാസികൾക്ക് ഒന്നടങ്കം പരമപദം നൽകിയ കരുണാസമുദ്രനായ നിന്തിരുവടിക്ക് നമസ്കാരം. ഭാരതവർഷത്തിൽ നാരായണമൂർത്തികളായി നിത്യസാന്നിധ്യം ചെയ്യുന്ന ഭഗവാനെ ശ്രീ നാരദർ ഇപ്രകാരം സ്തുതിക്കുന്നു. പരമഗുരു നിന്തിരുവടി പ്രപഞ്ചത്തിന്റെ കർത്താവാണെങ്കിലും അല്പവും ബന്ധിക്കപ്പെടുന്നില്ല. അന്ത്യകാലത്തിൽ ഈ തൃപ്പാദങ്ങളിൽ മനസ്സിനെ ഭക്തിപൂർവം നിലനിർത്തണമെന്നാണ് ബ്രഹ്മദേവൻ ഞങ്ങൾക്ക് ഉപദേശിച്ചിട്ടുള്ളത്. കുത്സിതദേഹത്തിന്റെ പോഷണത്തിലും പുത്രധാരധനാദികളുടെ സംരക്ഷണയിലും മാത്രം ശ്രദ്ധിക്കുന്ന മൂഢന്റെ പരിശ്രമം കേവലം വ്യർത്ഥമാണ്. ഹേ അധോക്ഷജ, ദുഷിച്ച ശരീരത്തിൽ ഞാനെന്നും തൽസംബന്ധികളിൽ എന്റേതെന്നുമുള്ള മോഹമുണ്ടാകാതെ നിന്തിരുവടിയെ നിഷ്കാമമായി ഭജിക്കാൻ അനുഗ്രഹിക്കണമേ. ഭാരതവർഷത്തിൽ അസംഖ്യം പുണ്യനദികളും പുണ്യശൈലങ്ങളും ഉണ്ട്. അവയുടെ നാമോച്ചാരണ മാത്രത്താൽ പരിശുദ്ധിയെ തരുവാൻ അവയ്ക്ക് ശക്തിയുമുണ്ട്. ഭാരതീയർക്ക് പരമാത്മാവായ ശ്രീ വാസുദേവനിൽ പ്രേമഭക്തിയും ഭക്തന്മാരായ മഹാപുരുഷന്മാരുടെ സംസർഗവും പ്രയത്നം കൂടാതെ സുലഭമായി സിദ്ധിക്കുന്നു. അവരുടെ ഭാഗ്യത്തെ ദേവന്മാർ ഇപ്രകാരം സ്തുതിക്കുന്നു. അഹോ, ഭാരതത്തിൽ ജനിക്കുന്നവർ മഹാസുഹൃദികൾ തന്നെ. ഞങ്ങൾ ആഗ്രഹിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. ഞങ്ങളുടെ സ്വർഗവാസം കൊണ്ട് എന്തു ഫലം? ഇവിടെ അതിശക്തമായ ഇന്ദ്രിയ സുഖങ്ങളും ഉണ്ടെന്നല്ലാതെ ശ്രീനാരായണന്റെ പാദഭജനമില്ലല്ലോ. ബ്രഹ്മലോകം പ്രാപിച്ചാലും വിശേഷമില്ല. പുണ്യം തീരുമ്പോൾ വീണ്ടും കീഴ്പോട്ട് പതിക്കണം. ഭാരതവാസികളാവട്ടെ ക്ഷണികമായ ജീവിതത്തിൽ ഭഗവാനെ ഭജിച്ച് ശാശ്വതമായ ഹരിപദം പ്രാപിക്കുന്നു. ഭഗവാന്റെ കഥാമൃതപാനവും നാമസങ്കീർത്തനവും ഇല്ലാത്ത ദേശം ബ്രഹ്മലോകമായാൽ പോലും വാസയോഗ്യമല്ല. അത്ര വിശിഷ്ടമായ ഭാരതത്തിൽ ജനിച്ചിട്ടും ശ്രീഹരിയെ ഭജിച്ച് ജന്മം സഫലമാക്കാത്തവൻ ആത്മഘാതകൻ തന്നെ. വേടന്റെ വലയിൽ നിന്നും ഒരിക്കൽ രക്ഷപ്പെട്ട പക്ഷി വീണ്ടും വലയിൽ ചെന്ന് വീണ് നശിക്കുന്നത് പോലെയാണ് ആ മൂഢന്റെ അവസ്ഥ. നിഷ്കാമ ഭക്തനായാലോ നാഥൻ സകല വാസനകളെയും ഇല്ലാതാക്കി തീർത്തിട്ട് തൻ്റെ ശ്രീചരണങ്ങളെ തന്നെ കൊടുക്കുന്നു. ഞങ്ങൾക്കിവിടെ ജനിക്കാനും ഭജിക്കാനും സംഗതി വരയണമേ. ഇതുപോലെയുള്ള ഭാഗവത കഥകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.